നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പൽ ഉടമകൾക്ക് തിരിച്ചടി. സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി കപ്പൽ ഉടമകൾക്കുണ്ടായിരിക്കുകയാണ്. MSC കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞു വയ്ക്കണം എന്ന ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാഷ്യൂ എക്സ്പെർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഹൈക്കോടതി വെച്ചത്. അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറിൽ കാഷ്യൂ ഉണ്ടായിരുന്നു. അപകടത്തിലൂടെ 6 കോടി രൂപയുടെ നഷ്ടം തങ്ങൾക്കുണ്ടെന്ന് ആരോപിച്ചാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. MSC മാനസ F എന്ന കപ്പൽ തടഞ്ഞു വയ്ക്കുക എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 6 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ കപ്പൽ വിട്ടു നൽകാമെന്ന വ്യവസ്ഥയിലാണ് ഇത്തരത്തിൽ കപ്പൽ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിക്കും. അതായത് ഈ കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ എൽസ 3 കപ്പലിന്റെ ഉടമസ്ഥരായ MSCയുടെ മറ്റൊരു കപ്പലാണ് ഈ മാനസ F. അത് തടഞ്ഞു വയ്ക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം അറബിക്കടലിൽ അഗ്നിക്കിരയായ കപ്പലിന്റെ സ്ഥിതി എന്തായി എന്ന് നോക്കാം. വാൻഹായി 503 കപ്പലിൽ പ്രവേശിക്കാൻ കോസ്റ്റ് ഗാർഡിന് കഴിഞ്ഞു. പക്ഷേ കപ്പൽ വലിച്ച് നീക്കേണ്ടിയിരുന്ന ടഗ് വൈകുന്നതടക്കം ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കപ്പൽ ഉടമകൾക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അടിയന്തര ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിരുന്ന ടഗ്ഗായ ഓഫ്ഷോർ വാരിയർ ഇന്ധനം തീർന്നതിനാൽ ഇത് നിറയ്ക്കാനായി കൊച്ചി തുറമുഖത്തേക്ക് പോയെന്നും എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചെന്നുമുള്ള ഗുരുതര വീഴ്ച ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ കപ്പൽ ഉടമകൾക്ക് എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിലകപ്പെട്ട കപ്പലിലെ രക്ഷാദൌത്യത്തിനു വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കപ്പൽ കമ്പനിക്കും സാൽവേജ് കമ്പനിക്കുമെതിരെ ക്രിമിനൽ നിയമ നടപടികൾ അടക്കം തുടങ്ങുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 9:50 അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ അഗ്നിക്കിരയായ കപ്പലിലെ തീ അണയ്ക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് കോസ്റ്റ് ഗാർഡ്. ഇതിനിടെയാണ് കപ്പൽ കമ്പനിയിൽ നിന്നും ആവശ്യമായ ഒരു സഹായവും കിട്ടിയില്ല എന്ന വിവരവും കൂടി പുറത്തു വരുന്നത്. ഇത് വലിയ അപകടമാണ് മുന്നിലുള്ളതെന്ന് മനസ്സിലായിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിൽ വന്ന വീഴ്ച, ആ വീഴ്ചയിൽ വലിയ ആശങ്കയുണ്ട് എന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുതരമായ സംഭവമാണ് ഉണ്ടായത്. എന്നിട്ട് പോലും സമയത്തിന് തീ അണയ്ക്കാനുള്ള സംവിധാനമോ ടഗ്ഗുകളോ വിന്യസിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. വലിയ പോരായ്മ തന്നെയാണ്, വീഴ്ച തന്നെയാണ്. രക്ഷാപ്രവർത്തകരെ പോലും സമയത്തിന് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ള ഓഫ്ഷോർ വാരിയർ എന്ന ടഗ്ഗിന് തീ കെടുത്താനുള്ള പരിമിതമായ ശേഷി മാത്രമേ ഉള്ളൂ. ഒപ്പം ആവശ്യമായ ഫോമും ഈ ടഗ്ഗിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒരു ആരോപണവും കൂടി ശക്തമാകുന്നുണ്ട്. ഈ ടഗ് ഇത്രയും ഗുരുതരമായ സ്ഥലത്ത് വിന്യസിച്ചത് എന്തിന് എന്നൊരു ചോദ്യവും കൂടി ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓഫ്ഷോർ വാരിയർ രക്ഷാദൗത്യത്തിനിടെ ഇന്ധനം നിറയ്ക്കാനായി കൊച്ചി തുറമുഖത്തേക്ക് പോയി എന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ അടക്കം ഈ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാൽവേജ് കമ്പനി കരാർ നിലനിർത്താനായി കപ്പൽ അപകട സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ഒരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വലിയ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് സാഹസികമായി കോസ്റ്റ് ഗാർഡ് കപ്പൽ വലിച്ചു കെട്ടാനുള്ള സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഓഫ്ഷോർ വാരിയർ സ്ഥലത്തില്ലാതിരുന്നത് വാൻഹായി 503 വലിച്ചു മാറ്റൽ വൈകിപ്പിച്ചുവെന്നും കത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. തീരത്ത് നിന്ന് വലിച്ചു മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഗുരുതരമാണെന്ന മുന്നറിയിപ്പും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രക്ഷാദൗത്യത്തിൽ ഏതെങ്കിലും വിധത്തിലുണ്ടാകുന്ന കാലതാമസമോ വീഴ്ചയോ ഉണ്ടായാൽ ക്രിമിനൽ നിയമ നടപടികൾ അടക്കമുള്ളവ സ്വീകരിക്കുമെന്നും ഈ രക്ഷാദൗത്യം പൂർണ്ണമായി നടത്തേണ്ടത് കപ്പൽ കമ്പനിയുമായി ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്തമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ വീഴ്ച വന്നാൽ കപ്പൽ ഉടമകൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങി ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കുമെതിരെ നടപടിയുണ്ടാകും. തീ കെടുത്താനുള്ള ഉപകരണങ്ങൾ, വിദഗ്ധരായ രക്ഷാപ്രവർത്തകർ, ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ എല്ലാം എത്രയും വേഗം ഏർപ്പെടുത്തണം എന്ന ഒരു നിർദ്ദേശം കൂടി കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കത്തിന് ഉത്തരം നൽകേണ്ടത് അധികൃതരുടെ കടമ തന്നെയാണ്. അതേസമയം കൊച്ചി തീരത്ത് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിർണായകമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. ഷിപ്പിംഗ് മന്ത്രാലയം കപ്പൽ കമ്പനിക്ക് താക്കീത് നൽകിയിരിക്കുകയാണ്. MSC കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചു. അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്നും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാലതാമസം വരുത്തി ഇന്ത്യൻ തീരത്തെയും സമുദ്രാവാസ വ്യവസ്ഥയും കടുത്ത ആഘാതത്തിലാക്കിയെന്നും കേരള തീരത്തെ ബാധിച്ചു ഇത് എന്നതടക്കമുള്ള വിമർശനമാണ് കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചു. തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. 48 മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീങ്ങുന്നതിനുള്ള നടപടി തുടങ്ങണമെന്നും അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവിധ ആക്ടുകൾ പ്രകാരം നടപടി എടുക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അടിയന്തര നടപടി ഇല്ലെങ്കിൽ കർശന നടപടിയെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിലും വാൻഹൈ ലെൻസ് ഷിപ്പിംഗ് കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണം എന്നതടക്കമുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്.
അതേസമയം ഈ ആദ്യത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കേണ്ട എന്നൊരു നിലപാടിലായിരുന്നു സർക്കാർ. പക്ഷെ പിന്നീട് കേസ് എടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അപ്പോൾ കേസ് എടുത്തിട്ടും ദുർബലമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു എന്ന തരത്തിലുള്ള ഒരു വിമർശനം ശക്തമായിരുന്നു. കേന്ദ്രവും കേസ് എടുക്കേണ്ട എന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഒരേപോലെ ഒന്നിച്ചു നീങ്ങുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി നിർണായകമായ ഇടപെടലാണ് സംഭവത്തിൽ നടത്തിയിരിക്കുന്നത്. കേരള തീരത്ത് കപ്പൽ മുങ്ങി 17 ദിവസങ്ങൾ കഴിയുമ്പോൾ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് സർക്കാർ കേസെടുത്തത്. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് തടയിടാൻ വേണ്ടിയിട്ടുള്ള നീക്കം മാത്രമായിരുന്നു എന്നാണ് കുറ്റപ്പെടുത്തൽ. ഭാരതീയ ന്യായ സംഹിതയിലെ ജാമ്യം കിട്ടുന്ന 282, 285, 286, 287, 288 ചുമത്തിയാണ് ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് കപ്പൽ കമ്പനിക്ക് ജീവനക്കാർക്കുമെതിരെ കേസെടുത്തത്. എന്നാൽ പരമാവധി 6 മാസം തടവോ പിഴശിക്ഷയോ മാത്രം കിട്ടുന്ന വകുപ്പുകളാണിവ. അതിനിടെ കേസെടുക്കാത്തതിൽ വിമർശനം ശക്തമായ സാഹചര്യത്തിൽ തിടുക്കത്തിൽ ഉണ്ടാക്കിയെടുത്ത തിരക്കഥ പോലെയാണ് നടപടിക്രമങ്ങളൊക്കെ നടന്നതെന്ന വിമർശനവും പല സൈഡിൽ നിന്നും ശക്തമായിരുന്നു. കേസെടുക്കുന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം തേടി എന്ന ന്യായമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനിടെ ദുരന്തമുണ്ടായി 4-ാം നാൾ മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് ഡയറക്ടർ ജനറലും തമ്മിൽ നടന്ന യോഗത്തിൻ്റെതായ തീരുമാനം പുറത്തുവരികയായിരുന്നു. കപ്പൽ തകർന്ന സംഭവത്തിൽ കേസെടുക്കേണ്ടതില്ലെന്നും പകരം നഷ്ടപരിഹാരം തേടിയാൽ മതിയെന്നുമായിരുന്നു തീരുമാനമെന്ന റിപ്പോർട്ട് സർക്കാർ അത് നിഷേധിച്ചിട്ടില്ലായിരുന്നു. അത് ശരിവയ്ക്കുകയായിരുന്നു. അത് അങ്ങനെ ഒരു തീരുമാനത്തിൽ സർക്കാർ എത്തുകയായിരുന്നു. വിമർശനം ശക്തമായതോടെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തെഴുതുകയും കേസെടുക്കാമെന്ന് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് തങ്ങൾക്ക് നിയമോപദേശം കിട്ടിയിട്ടുണ്ടെന്നും ഇതൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാവണമെന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ പരാതിയുണ്ടെങ്കിൽ കേസെടുക്കാനും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ CIT ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും CPI നേതാവുമായ S ശ്യാംജിയുടെ പരാതി ഫോർട്ട് കൊച്ചി തീരദേശ പോലീസിന് കിട്ടുന്നത്. അരമണിക്കൂറിനുള്ളിൽ കേസിന്റെ FIR പുറത്തു വന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ വകുപ്പ് പറഞ്ഞിരിക്കുന്ന BNS-ലെ വകുപ്പുകളും ഉൾക്കൊള്ളിച്ചായിരുന്നു FIR. അലക്ഷ്യമായി കപ്പലോടിച്ച് അപകടമുണ്ടാക്കി, അപകടകരമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണിവ. പാർട്ടിയുമായി ആലോചിച്ചല്ല, മത്സ്യത്തൊഴിലാളി എന്ന നിലയിലാണ് പരാതി നൽകിയതെന്നായിരുന്നു ശ്യാംജിയുടെ വാദം. ഇത്തരത്തിൽ ദുർബലമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്താൽ സംസ്ഥാനത്തിന് അർഹമായ നഷ്ടപരിഹാരം അടക്കമുള്ളവ കിട്ടുമോ എന്ന സംശയം ശക്തമായിരുന്നു. പരിസ്ഥിതിക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ അടങ്ങുന്ന കപ്പലാണ് കേരളത്തിന്റെ തീരമേഖലയിൽ മുങ്ങിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.